ഇത്തവണ ബാംഗ്ലൂരിലാണ്, നാട്ടിലെങ്ങും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നാട്ടിലൊരു രുചി തേടി ഇറങ്ങിയതാണ്. അപ്പോൾ എന്താ കൊരമാങ്കുള 6th ബ്ലോക്കിൽ കപ്പ ചക്ക കാന്താരി റെസ്റ്റോറൻറ്റ് കണ്ണിപ്പെട്ടത്. എന്തല്ലേ ഒരു വെറൈറ്റി പേര്. എന്നെ ഒന്ന് കയറി പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ട്. അവിടെ കയറി അവിടുത്തെ മെനു കണ്ടപ്പോൾ കിളി പോയി. വിചാരിച്ച പോലെയല്ല, നമ്മുടെ കുക്കിനൊതുങ്ങുന്ന സാധനമല്ല. എന്തായാലും വന്നയാ, പിന്നെ ക്രിസ്മസും എന്നെ പിന്നെ അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അവരുടെ സെലിബ്രേഷൻ മെനു ആണ് നമ്മൾ എടുത്തത്. 2025 ആയിരുന്നു അതിൻ്റെ ചാർജ്. അതിൻ്റെ ഫസ്റ്റ് കോഴ്സായിട്ട് ഒരു കേക്കും വൈനും തന്നു. കേക്ക് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ വഴി എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. വളരെ ചെറിയൊരു കേക്കായിരുന്നു. കേക്കൊരു യൂഷ്വൽ കേക്ക് തന്നെയായിരുന്നു. പക്ഷേ വൈന് നല്ല വീര്യം ഉണ്ടായിരുന്നു. അതൊരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണെന്ന് അവർ എഴുതിയിട്ടുണ്ടെങ്കിലും വിചാരിച്ച പോലെ മുന്തിരിച്ചാറല്ല മോളെ സാധനം. എനിക്കിഷ്ടപ്പെട്ടു, സംഭവം കൊള്ളാമായിരുന്നു. പിന്നെ എത്തി നമ്മുടെ ഐറ്റം. ഇതാണ് സെലിബ്രേഷൻ മെനു. കഷ്ടിച്ചൊരാൾക്ക് കഴിക്കാം. ഇതാണ് പൈനാപ്പിൾ അച്ചാർ, പിന്നെ മാങ്ങാ ചമ്മന്തി, സാലഡ്, പിന്നൊരു ചെറിയ പാത്രത്തിൽ മട്ടൻ ബിരിയാണിയും ഒരു കുഞ്ഞി കാടമുട്ടയും. ഇത് കഷ്ടിച്ചൊരാൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ചിക്കൻ പെരട്ട്, അടുത്തത് പ്രോൺസ് മോളി, മട്ടൻ വിന്താലു, ബീഫ് റോസ്റ്റ്, ഗ്രിൽഡ് പ്രോൺസ്, പിന്നെ ചെമ്പല്ലി പൊള്ളിച്ചത്, ഒരു ചിക്കൻ കട്ട്ലറ്റ്, സാലഡ്, വെള്ളയപ്പം, ബ്രെഡ്. ഇത്രയായിരുന്നു നമ്മുടെ ഐറ്റംസ്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ബ്രെഡും പിന്നെ പ്രോൺസ് മോളിയും ആയിരുന്നേ. അത് നല്ല ക്രീമി ടെക്സ്ചറായിരുന്നു. പ്രത്യേകിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച കറി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൂടാതെ ആ പ്രോൺസിൻ്റെ ഫ്ലഷ് വളരെ സോഫ്റ്റായിരുന്നു. ഒട്ടും റബ്ബറി ഫീലല്ല. അതിൻ്റെ ആ ഒരു സീ ഫുഡ് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നല്ല ഫിഷോ മീനോ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഒരു കിട്ടാക്കനി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മനസ്സിലും സന്തോഷം ഉണ്ടായിരുന്നു. അത് ഞാൻ സെയിം വെള്ളയപ്പത്തിൻ്റെ കൂടെയും ട്രൈ ചെയ്തു. പിന്നെ ബീഫ് റോസ്റ്റ്, അതും കിടുവായിരുന്നു. എപ്പോഴും കിട്ടാത്ത സാധനമായിരുന്നതുകൊണ്ടും ബീഫിനോട് എനിക്കൊരു ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടും അത് ഞാൻ മൊത്തം അകത്താക്കി. അതങ്ങനെ ഒതുക്കിയിട്ട് പിന്നെ നോക്കിയത് പ്രോൺസ് ഗ്രിൽഡ്. സീ ഫുഡ് ആക്ച്വലി ഇവരുടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. സീ ഫുഡിൽ പ്രോൺസ് ആണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ആദ്യം കഴിച്ച പ്രോൺസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്തപ്പം ഇത് ഒരെണ്ണേ കിട്ടിയുള്ളൂ എന്നുള്ളൊരു സങ്കടമായിരുന്നു. കാരണം നല്ല ടേസ്റ്റായിരുന്നു. ഫ്ലഷ് ഭയങ്കര നല്ല സോഫ്റ്റായിരുന്നു. ഒട്ടും റബ്ബറി ഫീൽ അല്ലായിരുന്നു. മസാല ഒട്ടും ഓവർ പവർ അല്ലായിരുന്നു. അതുപോലെ തന്നെ ചെമ്പല്ലി പൊള്ളിച്ചതിനോട് എനിക്ക് അത്ര താല്പര്യമില്ലെങ്കിൽ പോലും ഇതിൻ്റെ മസാലയും ആ ഒരു ഫ്ലഷിലേക്ക് അത് നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വെന്താലും എന്താ സാധനമെന്ന് ഞാൻ അപ്പോഴാണ് കാണുന്നത്. ആക്ച്വലി ഞാനതൊരു മുളകരച്ച മീൻകറിയാണെന്നാണ് വിചാരിച്ചത്. എപ്പോഴാണ് മീറ്റ് കഴിക്കുമ്പോഴാണ് ഇത് മീനല്ല, ഇത് മട്ടനാണെന്ന് മനസ്സിലായത്. ഇനി വെന്താലും ഇങ്ങനെയാണോ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഇതെനിക്കങ്ങോട്ട് വർക്കായില്ല. ശരിക്കും നല്ല സോർ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പുളി ഉണ്ടായിരുന്നു, എരി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു മുളകരിച്ച മീൻകറിയുടെ ഒരു ടേസ്റ്റായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റൊക്കെ പോലെ നല്ല ഗ്രേവിയൊക്കെ ആയിരുന്നു, മസാലയൊക്കെ ആയിരുന്നു. ചിക്കൻ നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് ഇത്ര പ്രൈസിന് അത് വൃത്തിയായിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലും ടേസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ളൊരിതായിരുന്നു മനസ്സിൽ. പക്ഷെ കൊള്ളായിരുന്നു. എല്ലാം കഴിക്കാൻ പറ്റിയൊരു മീൽ എന്നുള്ള രീതിയിൽ എനിക്കത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ട്രൈ ചെയ്തത് ഇതായിരുന്നു. അതങ്ങോട്ട് ഒതുക്കിയിട്ട് മട്ടൻ ബിരിയാണി, ആ മാങ്ങാ ചമ്മന്തിയും സാലഡും ഇച്ചിരി പപ്പടവും ഒക്കെ ആയിട്ട്. ആക്ച്വലി ഇതൊന്നും വേണ്ട, പക്ഷേ എന്നാലും ആ പൈനാപ്പിൾ അച്ചാറും അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ കൂട്ടി കഴിച്ചതാണ്. ഇതൊന്നും കഴിക്കാതെ തന്നെ ആ മട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റും. ആ മട്ടൻ്റെ സ്ട്രോക്കിലാണ് അവർ ആ ചോറുണ്ടാക്കിയത്. ഒരു ഇറച്ചിച്ചോറിൻ്റെ ടേസ്റ്റായിരുന്നു കേട്ടോ. സംഭവം എല്ലാം ഒരു ഇച്ചിരിയേ ഉള്ളൂ എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. ആക്ച്വലി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വലിയ മുട്ടയും കാടമുട്ട
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും അതിൻ്റെ കൂടെ. ഈ എന്തായാലും വന്നതല്ലേ എന്ന് പിന്നെ സീ ഫുഡാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് ഫീൽ ചെയ്തതുകൊണ്ട് ഒരു ആവോലി തവ ഫ്രൈയും കൂടെ പറഞ്ഞു. അത് അവിടുത്തെ അവർ തന്നെ സജസ്റ്റ് ചെയ്തതായിരുന്നു. നമുക്ക് നല്ലപോലെ കഴിക്കാനുണ്ടായിരുന്നു ക്വാണ്ടിറ്റി വൈസ്. മസാലയും മീൻ നല്ലപോലെ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. ഒട്ടും ഇവിടെ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മീൻ വിശ്വസിച്ച് കഴിക്കാനൊരു പേടിയുണ്ട്. പക്ഷേ ഇത് നല്ല കണക്ക് ഫ്രഷായിട്ട് ഫീൽ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് തവ ഫ്രൈ അത്ര ഒത്തിരി ഇഷ്ടമായില്ല. ഈ ബാക്കിയെല്ലാം കഴിച്ചിട്ടത് കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. ഇനി ഈ സെലിബ്രേഷൻ മെനുവിലെ ലാസ്റ്റായിരുന്നു ഡിസേർട്ട്. ക്ലൗഡ് പുഡിംഗ് എന്നാണ് അവരതിനെ വിളിച്ചത്. ആക്ച്വലി ഇതൊരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. ഒത്തിരി സ്വീറ്റൊന്നും അല്ല, കറക്റ്റ് കരിക്ക് കഴിക്കുന്ന ഒരു ഫീല് അതായിരുന്നു എനിക്ക് തോന്നിയത്. കറക്റ്റ് കരിക്ക്, അത്ര മധുരം, അത്ര സോഫ്റ്റ്നെസ്, നല്ല ഒരു ടേസ്റ്റ്. അത്രയും കഴിച്ചതുകൊണ്ട് നമ്മളങ്ങ് മത്തായി പോകുന്ന ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിയിരുന്നൊരു ഫീലായിരുന്നു അതുകൊണ്ടുണ്ടായിരുന്നത്. സംഭവം കിടുവായിരുന്നു, മൊത്തത്തിൽ ഒരു കിടുവൈബായിരുന്നു. ഞാനിതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിട്ടേ പറയത്തുള്ളൂ. ഒരുപക്ഷെ ഞാനിനി വീണ്ടും പോകുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ബില്ല് കണ്ടതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് നേരെ UBCTക്ക് പിടിച്ചു. അവിടെ ക്രിസ്മസ് ഫുൾ കളറാണ്. അവിടെ ചെന്ന് റിലാക്സ് ആയിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാനാണ് പ്ലാൻ. UBCT ഡേ ഫുൾ ക്രിസ്മസ് വൈബാണ്, കരോളും സാന്റാക്ലോസും ഒക്കെ ആയിട്ട്. ഞാനത് ഈ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യാം. സോ ദിസ് ഈസ് ഇറ്റ്. This was my Christmas kutti vlog. So I hope you guys all had a great Christmas. See you with another video. Bye bye. Walking around the Christmas tree, have a happy